നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ബംഗ്ലാദേശി പൗരന്മാരുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി NIA ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ തിങ്കളാഴ്ച വിപുലമായ റെയ്ഡുകൾ നടത്തി. ജമ്മു കാശ്മീർ, കർണാടക, പശ്ചിമ ബംഗാൾ, ബീഹാർ, ത്രിപുര, അസം എന്നിവിടങ്ങളിലെ 9 സ്ഥലങ്ങളിൽ രാവിലെ തന്നെ റെയ്ഡ് ആരംഭിച്ചത് അൽ-ഖ്വയ്ദയുടെ പദ്ധതികളെ പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നതായി സംശയിക്കുന്ന ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് NIA അറിയിച്ചു. NIA പറയുന്നതനുസരിച്ച് തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്വാധീനം വ്യാപിപ്പിക്കാനും നിരോധിത ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പിന്തുണയും ധനസഹായവും നൽകുന്നതായി സംശയിക്കുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടാണ് റെയ്ഡ് നടത്തിയത്. വിശദമായ ബാങ്കിംഗ് ഇടപാടുകൾ കാണിക്കുന്ന കുറ്റകരമായ രേഖകൾ, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ, പ്രതികളുടെ തീവ്രവാദ ഫണ്ടിംഗ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റ് തെളിവുകൾ എന്നിവ റെയ്ഡിൽ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദിവസം മുഴുവൻ റെയ്ഡ് നടത്തിയ പ്രതികൾ ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള അൽ-ഖ്വയ്ദ ശൃംഖലയുടെ അനുഭാവികളാണെന്ന് NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. മുതിർന്ന ഏജൻസി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അറസ്റ്റിലായ വ്യക്തികളുമായി സഹകരിച്ച് ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള അൽ-ഖ്വയ്ദ പ്രവർത്തകർ നടത്തിയ ഗൂഢാലോചന ഉൾപ്പെടുന്ന 2023 കേസിന്റെ NIAയുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് റെയ്ഡുകൾ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ 4 ബംഗ്ലാദേശ് പൗരന്മാരും ഒരു ഇന്ത്യൻ പൗരനുമടക്കം 5 പ്രതികൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മുഹമ്മദ് സോജി ബമിയാൻ, മുന്ന ഖാലിദ് അൻസാരി എന്ന മുന്ന ഖാൻ, അസ്റുൽ ഇസ്ലാം എന്ന ജഹാംഗീർ അല്ലെങ്കിൽ ആകാശ് ഖാൻ, മൊമിനുൾ അൻസാരി എന്ന അബ്ദുൾ ലത്തീഫ്, ഇന്ത്യൻ പൗരനായ ഫരീദ് എന്നിവരെയാണ് പ്രതികളായി തിരിച്ചറിഞ്ഞത്. NIA അന്വേഷണത്തിൽ പ്രതികൾ വ്യാജരേഖകൾ ഉപയോഗിച്ച് രഹസ്യമായി പ്രവർത്തിക്കുകയും ഇന്ത്യൻ മുസ്ലിം യുവാക്കളെ സമൂലവൽക്കരിക്കുക, തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഭീകര സംഘടനയ്ക്ക് പണം കണ്ടെത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് 4 പ്രതികൾ അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതായി ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് വിശ്വസനീയമായ വിവരം ലഭിച്ചിരുന്നു. ഇവർ നിരോധിത ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ളവരാണെന്നും ഫണ്ട് ശേഖരണം, മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി NIA കുറ്റപത്രത്തിൽ പറയുന്നു. ഇവരുടെ പശ്ചാത്തലത്തിൽ NIA നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി നടത്താൻ വ്യാജരേഖകൾ സമ്പാദിച്ചതായി കണ്ടെത്തി. ഇന്ത്യയിലെ ദുർബലരായ മുസ്ലിം യുവാക്കളെ സമൂലവൽക്കരിക്കുന്നതിലും പ്രചോദിപ്പിക്കുന്നതിലും അൽ-ഖ്വയ്ദയുടെ അക്രമാസക്തമായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിലും ഫണ്ട് ശേഖരിക്കുന്നതിലും ഈ ഫണ്ടുകൾ അൽ-ഖ്വയ്ദയ്ക്ക് കൈമാറുന്നതിലും അവർ സജീവമായി ഏർപ്പെട്ടിരുന്നു. ഒളിവിലുള്ള 2 പ്രതികളായ ഷരീഫുൽ ഇസ്ലാമും സാഹിബയും അൽ-ഖ്വയ്ദയിലെ അംഗങ്ങളാണെന്നും അറസ്റ്റിലായവരുടെ പ്രധാന ഹാൻഡിലർമാരാണെന്നും കരുതപ്പെടുന്നു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ ഹാൻഡിലർമാരുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രതികൾ അവരുടെ പ്രവർത്തനങ്ങളുടെ കണ്ടെത്തൽ ഒഴിവാക്കാനും രഹസ്യാത്മകത വർദ്ധിപ്പിക്കാനും രഹസ്യ ആശയവിനിമയ ആപ്ലിക്കേഷനുകളുടെ ഉപയോഗം ഉൾപ്പെടെ സമഗ്രമായ പരിശീലനം നൽകിയതായും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.